അങ്ങനെ നമ്മുടെ ഡ്രീം വർക്കായ ഈ ഒരു ഫ്ലവർ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ടിലേക്കുള്ള വർക്കിംഗ് ഡീറ്റെയിൽസ് ഇതാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സ്ലീവ് പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ മോമിൻ്റെ ഗൗണിലേക്ക് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഗൗണ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു റിമൂവബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും കൂടെ അതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഈ വീഡിയോ അയച്ചപ്പോൾ മനസ്സിൽ എടുപൊട്ടി. മക്കളെ, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഇതുപോലുള്ളൊരു ഓർഡർ, ഒരു വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ ക്യാൻസൽ ചെയ്തു. സാറ്റിൻ ഫാബ്രിക് വേണോ ഈ ഒരു ഫാബ്രിക് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. സാറ്റിൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് പോകുമോ എന്നുള്ളത്. കാരണം നമ്മൾ നാട്ടിലുള്ള സാറ്റിൻ അറിയാലോ, പ്രീമിയം ക്വാളിറ്റി ഉള്ളതായാലും കൂടുതൽ ഷൈനിങ് പോലെ വരുന്നത് കൊണ്ട് ആ ഒരു ലുക്കിലേക്ക് വരുമ്പം ഒരു ഇത് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. കാരണം ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് എന്തായാലും കിട്ടില്ല. എന്നാലും അപ്പോൾ ഞാൻ എന്താക്കി, ഗെഞ്ചി കോട്ടൺ എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം 200 സംതിങ് അതിന് അങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ടോ. നമ്മൾ സാറ്റിൻ ഫാബ്രിക് ആണെങ്കിൽ ഒരു 120 റുപ്പീസിനുള്ളിൽ വരുന്ന ഫാബ്രിക്സ് ആണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ക്വാളിറ്റിയും റേറ്റൊക്കെ ഉള്ള ഫാബ്രിക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 മീറ്ററോളം ഫാബ്രിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിംഗ് വരുന്നുണ്ട്, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ബീഡ് സെലക്ഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ കസ്റ്റമർ കുറച്ച് കളർ കറക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കളർ, ഈ കളർ വേണ്ട, ഈ കളർ വേണ്ട എന്നൊക്കെ ഉള്ളത്. കാരണം അവർക്ക് ഒരു ഇതിൽ ഒരു ബ്ലൂ ഒക്കെ വരുന്നുണ്ടല്ലോ, ആ ഒരു ഷെയ്ഡ് വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതിലിങ്ങനെ പ്ലീറ്റ്സ് വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ബോക്സ് പ്ലീറ്റ് പോലെ വന്നിട്ട് കുറച്ച് പ്ലീറ്റ്സ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ഫ്രോക്ക് ഹൈലോ പാറ്റേണിൽ വേണമെന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാനൊരു 2.5 മീറ്ററോളം ഫാബ്രിക്സ് ഈ ഒരു ഫ്ലെയറിന് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഹൈലോ പാറ്റേൺ, ഫുൾ സർക്കിൾ വിത്ത് ഹൈലോ പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ നമ്മൾ ഫൂട്ടൊന്നും യൂസ് ചെയ്തില്ല, ബൈ ഹാൻഡ് തന്നെയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഹാൻഡ് വർക്കിംഗ് ഡീറ്റെയിൽസ് നോക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പം ഞാനിത് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഫേവറേറ്റുള്ളൊരു പേജാണ് കേട്ടോ. ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നൊരു പേജാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കണ്ടിടണം. വേറെ പേജൊക്കെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇവരുടെ വർക്ക് പല ആൾക്കാരും ചെയ്തിട്ട് നമ്മൾ തന്നെ 1-2 ഫ്രോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു സെയിം ഫിനിഷിങ്ങും വർക്കിംഗ് ഡീറ്റെയിൽസൊന്നും ചെയ്യാൻ എപ്പോഴും പാടില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക്സും മെറ്റീരിയൽസിനെ കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കി ടൈം കളഞ്ഞില്ല. പിന്നെ എനിക്ക് വന്നിട്ടുള്ള എൻക്വയറി ആ ഒരു ഡീറ്റെയിലിങ് നോക്കാൻ കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. പിന്നെ ഇതിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് അതുപോലെ തന്നെ റീക്രിയേഷൻ ചെയ്യാനല്ല, നമ്മളേതായ രീതിയിൽ ഉള്ള ആൾട്രേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരാൾ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് നമുക്ക് അതുപോലെ എന്തായാലും ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ബെസ്റ്റ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബഡ്ജറ്റ്, നമ്മൾ ടൈമിങ് ഒക്കെ നോക്കണം. നമ്മൾ ഒരുപാട് ടൈമും എഫേർട്ട് എടുത്തിട്ട് ചെയ്യാൻ മാത്രമുള്ള ബഡ്ജറ്റൊന്നും ഈ ഒരു കസ്റ്റമേഴ്സിനില്ല. കാരണം നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവർ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. എനിക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി 1.5 മാസത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒന്നാമത് ഈ ഹാൻഡ് വർക്കും കാര്യങ്ങളും, പിന്നെ ഇതിൽ ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3D ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു കളേഴ്സ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം സീക്വൻസ് വെച്ച് ഫില്ല് ചെയ്ത്, പിന്നെ ബീഡ്സും ചെറിയ കട്ട് ബീഡ്സൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് ഈ ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഹാൻഡ് വർക്കിംഗ് ഡീറ്റെയിൽസ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡിയിൽ ഏകദേശം ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയുള്ളത്. പിന്നെ ബാക്കിലേക്ക് ഒരു നെയിം എഴുതിയിട്ടുള്ള ടേബോ ബിഗ് സൈസ് ഉള്ളത്. പിന്നെ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ലീവ്സിലേക്കൊക്കെ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. മാച്ചിങ് ആയിട്ടുള്ളൊരു ഹെയർ ആക്സസറീസും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ പേൾ ബട്ടൺസ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമ്മൾ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് ട്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നതെങ്കിലും പരമാവധി നമ്മൾ ഭംഗിയാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹൈലോ പാറ്റേണിലാണ് വരുന്നത്. ആ ഒരു രീതിയിൽ ആ ഒരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു നമ്മൾ പിന്നെ ഫുൾ സർക്കിളിൽ തന്നെ ചെയ്തുകൊണ്ട് ആ ഒരു ഹൈലോ പാറ്റേൺ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയില്ല തന്നെ അത് ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ വിങ്സും കൂടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി
സൈഡിലൊക്കെ ലേസ് വർക്കാണ് കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇൻസൈഡ് നമ്മൾ കട്ട് ബീഡ്സും സീക്വൻസൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോ അതിൻ്റെ ആ ഒരു പാർട്സും ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റമറിന് നമ്മളൊരു വിശ്വസിച്ച് ഏൽപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായി. അപ്പോൾ ഇതിൽ ബട്ടർഫ്ലൈസ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഒക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഓരോ സീക്വൻസും വർക്കും ബീഡ്സും ഒക്കെ നമ്മൾ ടൈം എടുത്തിട്ട് ഓരോന്ന് പിന്നെയും മാറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡ്രീം വർക്ക് തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഈ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ റീക്രിയേഷൻ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് പല പേജിലും. പക്ഷേ വർക്കിംഗ് ഡീറ്റെയിൽസ് വരുമ്പം കുറച്ച് എന്തെങ്കിലും ഫ്ലവേഴ്സ് കുറച്ച് വലുതായി പോകും, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ ആവരുത് എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് വർക്ക്, എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ വർക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എടുത്തിട്ട് എല്ലാം അതുപോലെ തന്നെ ചെയ്യാമെന്നല്ല, നമ്മൾ കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ അവർക്ക് ആ ഒരു ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കസ്റ്റമറും ഹാപ്പി ആയിരുന്നു. ഫോട്ടോസ് കണ്ടപ്പോഴും റിസീവ് ചെയ്തപ്പോഴും പിക്കൊക്കെ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിഡിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിഷ്ടമായ ശേഷം കസ്റ്റമർ മോമിനും കൂടെ ഗൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ റെഫറൻസ് പിക്കൊക്കെ തന്നു കസ്റ്റമർ. ഇതാണ് റെഫറൻസ് പിക്ക് വന്നിട്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ ഫുൾ സിബ്ബാണ് കൊടുത്തിട്ടുള്ളത്. സിബ്ബ് വിത്ത് നമ്മൾ സാധാരണ കിഡ്സിൻ്റെ ഫ്രോക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ മോമിൻ്റെ ഗൗണും ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇൻസൈഡൊക്കെ നമ്മൾ ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ടക്കും കാര്യങ്ങളായാലും നമ്മൾ സിബ്ബായാലും ഇൻസൈഡ് വരുന്ന ലൈനിങ്സൊക്കെ ആയാലും നമ്മളത് ഫുള്ളി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് പൗഡർ ആ ഒരു പാൽപ്പൊടി കളറാണ് വേണ്ടത്, ഓഫ് വൈറ്റ് ആയാലും ആ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഷെയ്ഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ലീവ് എനിക്ക് തോന്നുന്നു ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു സ്ലീവ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ലീവ് പാറ്റേൺ മോമിൻ്റെ ഗൗണിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം സൈസ് കറക്റ്റ് ആവുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അഴിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സ്ലീവ് ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡിയിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടുള്ളൊരു യോക്ക് പാർട്ടാണ് വരുന്നത്. പിന്നെ അതിൽ കുറച്ചൊരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇതിൽ ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞാൻ ഈ കിഡിൻ്റെ ഡ്രസ്സിൻ്റെ ഫ്ലവേഴ്സും കൂടെ അതിലേക്ക് വരുന്ന രീതിയിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. പിന്നെ ഹെയർ ആക്സസറീസും കൂടി ഇതിൽ പെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മോമിൻ്റെ ഡ്രസ്സിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ്. ഇത് നമ്മളിങ്ങനെ ഹൂക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ റിമൂവ് ചെയ്യാനും ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി മാത്രം അങ്ങനെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മോമിന് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഗൗൺ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ചേർച്ചിങ് അതിലൊക്കെ പോകുമ്പോൾ ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ സാറ്റിൻ ലൈനിങ് ആണ് കേട്ടോ ഇൻസൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാബ്രിക്സ് നമ്മൾ എടുത്തത് കുറച്ചും കൂടെ സാറ്റിൻ ആണെങ്കിൽ ഈ ഒരു ലുക്ക് ആയിരിക്കില്ല. ഇത് കോട്ടൺ ഫാബ്രിക്, കിഡിൻ്റെ ഡ്രസ്സ് കോട്ടൺ ആയതുകൊണ്ട് കുറച്ചൊരു ഇങ്ങനെ ഒരു വെയിറ്റുള്ളൊരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഫിനിഷിങ് ആൻഡ് ലുക്ക്. അപ്പം നിങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്. കാരണം എനിക്ക് തോന്നി ലാസ്റ്റ് ഫൈനൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്തായാലും ആ ഒരു നമ്മൾ അയൺ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫാബ്രിക്സിൽ. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ ആൻഡ് സൈസൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു 2 to 3 വീക്സ് മുമ്പെങ്കിലും ഓർഡർ ചെയ്താലേ നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് us. താങ്ക് യു.